എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. മലയാൻസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ റെസിപ്പി കണ്ടില്ലേ, കോഫി പുഡിങ്. വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള കോഫി പുഡിങ് എങ്ങനെയാണ് നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മളൊരു വീഡിയോ ആയിട്ട് കണ്ടിട്ടും സംസാരിച്ചിട്ടും ഒക്കെ. അപ്പോൾ ഇച്ചിരി തിരക്കിലായിരുന്നു കുഞ്ഞുങ്ങളുടെ എക്സാമും ഒക്കെ ആയിട്ട്. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ വീഡിയോസായിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്ന ഈ കോഫി പുഡിങ്, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കോഫി പുഡിങ് എങ്ങനെ ചെയ്യാമെന്ന് വീഡിയോ കാണാം. മരിയൻസ് കിച്ചൺ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന നല്ല കിടിലൻ കുക്കിംഗ് വീഡിയോസ് നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ്ഡ് ആയതിനു ശേഷം തുടർന്ന് വരുന്ന ബെൽ ഐക്കൺ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനടി കാണാവുന്നതാണ്. കോഫി പുഡിങ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ കുറച്ച് കാപ്പിപ്പൊടി അത് നമുക്ക് കുതിരാൻ വയ്ക്കാം. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി എടുക്കുന്നുണ്ട്. അത് ഒരുപാട് കാപ്പിപ്പൊടി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അതേപോലെ തന്നെ കാപ്പിപ്പൊടി എടുക്കുമ്പോൾ ഒന്നുകിൽ നെസ്കഫേരി എടുക്കുക, അല്ലെങ്കിൽ ബ്രൂൻ്റെ എടുക്കുക. രണ്ടിൻ്റെയും ടേസ്റ്റ് നല്ലതാണ്. പിന്നെ വേറെ ഞാൻ അങ്ങനെ ഒന്നും പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. ഈ രണ്ടും വെച്ചിട്ടാണ് ഞാൻ സാധാരണ ചെയ്യാറ്. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ്, തണുത്തതോ ചൂടോ ഉള്ളതൊന്നല്ല, സാധാ വെള്ളം. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാലെടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി എടുത്തിട്ട് ഇതിനകത്ത് ഒഴിച്ച് നന്നായിട്ട് കുതിർക്കുക. ഈ ഒരു ഇപ്പോൾ മണികളല്ലായിരുന്നു, അപ്പോൾ അതൊക്കെ നന്നായിട്ട് മെൽറ്റാക്കി എടുക്കണം. ഇതേമാതിരി ആക്കി വെക്കുക. എന്നിട്ട് ഈ ഒരു കൂട്ടാണ് നമ്മൾ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു പുഡിങ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ കുതിരാൻ വെക്കണം. ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ 1 കപ്പ് പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ എന്ന കണക്കിൽ ഞാനിപ്പോൾ 2 കപ്പ് പാലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ ഞാൻ കുറച്ച് തണുത്ത വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുതിർന്ന് വരുമ്പോൾ നല്ല കട്ടയായിരിക്കും. അപ്പോൾ നമുക്കതൊന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ നേരിട്ട് ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ച് മെൽറ്റാക്കാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിരിക്കുന്നത്. ഈ വെള്ളം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ജെലാറ്റിൻ കുതിരാൻ വെച്ചിരിക്കുന്ന ബൗൾ ഇതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് ഒന്ന് മെൽറ്റാക്കി എടുത്താൽ മതി. ഇതാണ് ഞാൻ ജെലാറ്റിൻ കുതിരാൻ വെച്ചത്. ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ ഈ പാത്രം നമുക്ക് ഇതിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ വെള്ളം ഇവിടെ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഈ പാത്രം ഇറക്കി വയ്ക്കുകയാണ്. ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതെല്ലാതും നന്നായിട്ട് കുതിർന്ന് നല്ല ലിക്വിഡ് രൂപത്തിൽ ആയിട്ട് വരും. കണ്ടോ, ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി സെയിം പാത്രം തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ പുഡിങ്ങിൻ്റെ പാല് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞോളം 2 കപ്പ് പാലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാലെടുക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളുടെ അനുസരിച്ചിട്ട് വ്യത്യാസപ്പെടുത്തുക. ഞാനിപ്പോൾ 2 കപ്പ് പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ ജെലാറ്റിനാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പാലെടുക്കുന്നതനുസരിച്ചിട്ട് അത് ജെലാറ്റിനും എടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇത് ഏതാണ്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കുക. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരിക. ചൂടായി വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ചെറിയ ബബിൾസ് എല്ലാം വന്ന് തുടങ്ങാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര അങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. പഞ്ചസാര കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കോഫി പുഡിങ് ആയ കാരണം കാപ്പിപ്പൊടിയുടെ നല്ലൊരു ടേസ്റ്റ് വരും. അപ്പോൾ ഇച്ചിരി പഞ്ചസാര കൂടുതൽ ഇടുന്നതാണ് നല്ലത്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ കയ്പ്പ് ടേസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ചാൽ മാത്രം പോരാ, നല്ല തിള വന്നു കഴിഞ്ഞാൽ അത് സിമ്മിലിട്ട് വെക്കണം. സിമ്മിലിട്ട് ഒരു 5 മിനിറ്റോളം നിങ്ങളത് പാലൊന്ന് വേവിച്ചെടുക്കണം. തിളപ്പിച്ചാൽ മാത്രം പോരാ കേട്ടോ. കേട്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് പാല് നോക്കിയറിയാം, ഞാനൊരു 5 മിനിറ്റോളം ഇട്ട് പാലൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുത്തതാണ്. അതിലേക്കാണ് ജെലാറ്റിൻ മെൽറ്റാക്കിയത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പാല് ഞാൻ വേവിക്കാൻ പറഞ്ഞത് ആ വല്ലാത്തൊരു സ്മെല്ല് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ കോഫി പൗഡറിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ തീ വളരെ സിമ്മിലിട്ട് വയ്ക്കുക. വളരെ ചൂട് കുറവ് മതി കേട്ടോ. എന്നിട്ട് വേണം ഇതെല്ലാം ഓരോന്നോരോന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ കോഫി പൗഡറിൻ്റെ മിക്സ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തെടുക്കാം. പിന്നെ ബാക്കിയെല്ലാം ഈ ചെറിയൊരു കൂട്ടിൽ ആ ഒരു തീൻ്റെ ഇതിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കോഫി പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ കളറ് കണ്ടോ വ്യത്യാസപ്പെടുന്നത്. നല്ല കോഫി പൗഡർ ഒന്നില്ലെങ്കിൽ ബ്രൂ അല്ലെങ്കിൽ നെസ്കഫെ ഇതിൽ രണ്ടിലെ ഏതെങ്കിലും ഒന്നുകൊണ്ട് ഈ പുഡിങ് ചെയ്തെടുക്കുകയാണ്
നല്ലത്. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാലും ഇപ്പോൾ നമ്മൾ സാധാ കോഫി ഉണ്ടാക്കിയ ഒരു കൂട്ട് മാത്രമായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിനകത്തേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം. അത് നല്ല തിക്ക് ക്രീമായിരുന്നു. അപ്പോൾ ഞാനൊരു ചുരുങ്ങോളം പാൽ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. അത് നല്ലൊരു ടേസ്റ്റിനും അതേമാതിരി കുറച്ച് കട്ടിക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നത്. ചൂടുള്ള കാരണം ഈ ക്രീം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ പിരിഞ്ഞ മാതിരി തോന്നും. പക്ഷെ കുഴപ്പമില്ല, അതൊന്ന് മിക്സിയുടെ ജാറിനകത്തിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് റേറ്റിൽ ഒന്ന് എടുത്താൽ മതി, അത് കറക്റ്റായി വന്നോളും. അപ്പോൾ ഞാനവിടെ അങ്ങനെ ചെയ്തെടുത്തതാണ്. മിക്സിയുടെ ജാറിനകത്തിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്തേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മുടെ പുഡിങ്ങിൻ്റെ കൂട്ട് റെഡിയായി വന്നത് കണ്ടോ. അപ്പോൾ ക്രീം ഒഴിച്ചുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, ഇങ്ങനെ പിരിഞ്ഞ മാതിരി വന്നു എന്ന് വിചാരിച്ചിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, ഈ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൂട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല ഭംഗിയുള്ള മോൾഡ്, അപ്പോൾ റോസാപ്പൂവിൻ്റെയോ സൂര്യകാന്തിൻ്റെയോ അങ്ങനത്തെ ഫ്ലവേഴ്സിൻ്റെയോ ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അതേമാതിരി ക്യാരക്ടേഴ്സ്, കാർട്ടൂൺ ക്യാരക്ടേഴ്സ്, ടെഡി ബെൻ്റൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്തോളൂ. അപ്പോൾ ഞാനിവിടെ റോസാപ്പൂവിൻ്റെ മോൾഡാണ് എൻ്റെ കയ്യിലുള്ളത് കണ്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് പുഡിങ് കിട്ടും. അപ്പോൾ വലുതല്ല കേട്ടോ, ഇത് ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ചധികം മോൾഡുകൾ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഈ ട്രയലിലേക്ക് ഇതെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കൂട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സിലിക്കോണിൻ്റെ ആയ കാരണം നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാനും എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ അത് പുറത്തേക്ക് വന്നോളും. അപ്പോൾ ഈ മോൾഡിലെല്ലാം ഈ കൂട്ട് നിറച്ച് കൊടുക്കുക. ഇതേമാതിരി നല്ല ഭംഗിയുള്ള മോൾഡാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാത്തിലും ഞാനിങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഈ ബബിൾസൊക്കെ പറ്റുകയാണെങ്കിൽ ഒന്ന് പൊട്ടിച്ച് കൊടുത്തേക്ക്. കാരണം നമ്മൾ മിക്സിയുടെ ജാറിനകത്തിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തതല്ല, അപ്പോൾ അതുകൊണ്ടാണ് ഈ ബബിൾസൊക്കെ വന്നിരിക്കുന്നത്. പറ്റുകയാണെങ്കിൽ അതൊന്ന് പൊട്ടിച്ച് കൊടുത്തേക്ക്. പക്ഷേ കുഴപ്പമില്ല, പൊട്ടിച്ച് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഇതിനി ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കുക. ഫ്രിഡ്ജിൽ വെക്കണമെന്നുണ്ടെങ്കിൽ 2-2.5 മണിക്കൂർ വേണം. ഫ്രീസറിലാണെങ്കിൽ അരമണിക്കൂർ മതി. അപ്പോൾ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം സമയമില്ലാത്തത് കൊണ്ടാണ്, ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യണ കാരണം അധികം സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഫ്രീസറിൽ വെച്ച് എടുത്തത്. ഞാൻ ഏതാണ്ട് 3/4 മണിക്കൂർ വെച്ചു. അപ്പോഴേക്കും ഇത് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ ഞാൻ പറഞ്ഞു, സിലിക്കോണിൻ്റെ ആയ കാരണം എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് വിടിച്ചു കൊടുത്താൽ മതി. ഇതേമാതിരി ഒന്ന് വിടിച്ചു കൊടുത്തിട്ട് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് പുഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് റെഡിയാവും കണ്ടോ. ഇതേമാതിരി ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കോഫി പുഡിങ് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മാത്രമല്ല, നമുക്കിത് പല രീതിയിലും ഈ കോഫി പുഡിങ് ചെയ്തെടുക്കാം. ഇത് ഒരു വേർഷൻ മാത്രമാണ് കേട്ടോ. ഇതിലും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കുറച്ച് ക്രീമുകൾ, വിപ്പിംഗ് ക്രീം, അതേമാതിരി വേറെ ലെയറായിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇതിപ്പോൾ നമ്മൾ സാധാ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്തതാണ്. ഇതിൽ എക്സ്ട്രാ വന്നിരിക്കുന്നത് ഒരു ഇച്ചിരിക്കോളം ഫ്രഷ് ക്രീം മാത്രമാണ്. ജെലാറ്റിൻ പിന്നെ പുഡിങ് ചെയ്യാൻ വേണമല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഒഴിച്ചപ്പോൾ കുറച്ച് കൂടുതലായി പോയി. അതുകൊണ്ട് ഞാനിപ്പോൾ വേറെ 2-3 എണ്ണം ഈ പ്ലേറ്റിലേക്ക് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഡീമോൾഡ് ചെയ്തെടുത്തപ്പോൾ പുഷ് ചെയ്ത് ശരിയായില്ല. അതാണ് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ പോയിരിക്കുന്നത്. അപ്പോൾ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് അത് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മതി. ഈ കോഫി പുഡിങ് ആയ കാരണം നേരിയ ഒരു കയ്പ്പ് ടേസ്റ്റ് പുഡിങ്ങിനുണ്ടായിരിക്കും കോഫി പൗഡറിൻ്റെ. അപ്പോൾ ഈ ചോക്ലേറ്റ് സിറപ്പ് ആണെങ്കിലും ഒരു ലേശം കയ്പ്പാണ്. അപ്പോൾ അത് വെച്ച് ഗാർണിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമാണ് ഈ ചോക്ലേറ്റ് സിറപ്പ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഇവിടെ കുഴപ്പമില്ല. അതേമാതിരി തന്നെ ചോക്ലേറ്റ് സിറപ്പിൻ്റെ ടേസ്റ്റും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. പിന്നെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് 2-3 അണ്ടിപ്പരിപ്പ് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞോണം, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. വീട്ടിലുള്ള സാധാ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തിരിക്കുന്നതാണ്. ഇതിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങളെല്ലാവരും വീഡിയോസ് കാണാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.